ഔ സന്തോഷായി. ആ ക്ഷീണവും മടുപ്പും ഒക്കെ മാറി. കുഞ്ഞിഷ അടിയൻ. ആ എടുത്തു കൊടുക്കുക. കൊച്ചിരമ്മ. ഓ ഭാഗ്യാണേ. അല്ലെങ്കിൽ അസുഖം കഴിഞ്ഞ് കുളിച്ച അന്ന് തന്നെ അവിടുന്ന് വരാനും ഒരു കീർത്തനം കേൾക്കാനും ഒക്കെ ഭാഗ്യം ഉണ്ടാവുമോ? വിചാരിച്ചതല്ല. ഞാനും മുൻകൂട്ടി വിചാരിക്കാത്തൊരു വരവാ. അസുഖമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വന്ന് ശല്യപ്പെടുത്തില്ലായിരുന്നു. ഏയ് നന്നായേ ഉള്ളൂ. ഏതായാലും ഇന്നിനി യാത്ര വേണ്ട. അത്താഴമൊക്കെ കഴിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാൻ കുറച്ചു നേരം. സന്തോഷമേ ഉള്ളൂ. ആ മാപ്പാക്കണം. രാത്രി അധിക നേരം ഉറക്കളക്കരുതെന്ന്. ഓ ഇല്ലില്ലില്ല. വിഷയം സംഗീതമാവുമ്പോ നേരം പുലരുന്നത് വരെയാണല്ലോ നമ്മുടെ പതിവ്. ഇന്നത് വേണ്ട എന്നവള് പറയായിരുന്നു. മനസ്സിലായില്ലേ? എന്റെ മകളാണ്. ഉവ്വ്, ഒരിക്കൽ പറയണ്ടായി. നൃത്തം പഠിക്കണ്ടല്ലേ? ആ എന്നാൽ വിശ്രമിച്ചോളൂ കുഞ്ഞിഷ. അടിയൻ. വന്നോളൂ. ആ പക്കമേളക്കാർക്ക് കോടിയും ദക്ഷിണയും കൊടുക്കാൻ മറക്കണ്ട കുഞ്ഞിഷ. ഓ ഊണൊക്കെ കാലായില്ലേ? കുളിച്ചു വരുമ്പോഴേക്കും കാലാവും. എല്ലാരും ഉണ്ടല്ലോ. എന്താ ചെറിയച്ഛ, ക്ഷേമം തന്നെയല്ലേ? നമ്മുടെ ബാലരാമനും ഉണ്ട് കൂടെ. എനിക്ക് ഒരു സ്വകാര്യം പറയാനുണ്ട്. മരുന്ന് കഴിക്കാൻ സമയായി. കുറച്ചു ദിവസം ഉണ്ടല്ലോ, സൗകര്യമായിട്ട് സംസാരിക്കാം. അല്ല, എനിക്ക് പറയാനുള്ള പോയി വന്നിട്ടൊന്നും മുഖം കാണിക്കാൻ പോലും ഏട്ടൻ അനുവദിച്ചില്ല. കരയാതെ. എല്ലാരും വന്നു എന്നറിഞ്ഞു, സന്തോഷായി. എന്തിനാ കേശവപിള്ളേ ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിന് ലീവൊക്കെ എടുത്ത് പണച്ചെലവ് ബുദ്ധിമുട്ട്. ഏട്ടന് സുഖമില്ലെന്ന് അറിഞ്ഞ പിന്നെ ഞങ്ങൾ അവിടെ എങ്ങനെ സമാധാനമായിട്ടിരിക്കും? ലീവും പണച്ചെലവും ഒന്നും ഇക്കാര്യത്തിൽ പ്രശ്നമല്ല. രാജന് എങ്ങനെ ഇവിടെ എത്തി അമ്മമ്മയെ കണ്ടാ മതിയെന്നായിരുന്നു. താനങ്ങ് തടിച്ചു പോയില്ലോ. അമ്പിയെ കരച്ചിലോട് കരച്ചില്. എവിടെ അവള്? ഒരു മിടുക്കി. പഠിക്കണുണ്ടോ നീ? അപ്പോ പോണേന് മുമ്പ് വിശദമായിട്ട് കാണാം. ഞാനും അമ്മയും അമ്പിയെ ഇനി തിരിച്ചു കൊണ്ടാന്നാ കരുതുന്നേ. അപ്പോ ഇയാളോട് ഒറ്റയ്ക്കാവില്ലേ? അത് സാരമില്ല, മദ്രാസ് എനിക്കും അടുത്തു. ഏട്ടാ, ബോംബെന്ന് രവി വന്നിട്ടുണ്ട്. സുഖമില്ലാന്ന് അറിഞ്ഞ ഉടനെ വിമാനം പിടിച്ചാവും വന്നേ ബാബേന്ന്. ഓ, താനിപ്പോ വിമാനത്തിലൊക്കെ ആയോ യാത്ര? ശരിക്കും താനിപ്പോ ഒരു ബോംബെക്കാരനായിട്ടുണ്ട്. ഞാൻ ഭയപ്പെട്ടു പോയി അമ്മാമേ. എന്താ മരിച്ചുപോയി എന്ന് വിചാരിച്ചോ? അമ്മാമേ, ഇങ്ങനെയുള്ള കടുത്ത വാക്കുകൾ പറയരുത്. എനിക്കത് കേൾക്കാൻ കൂടി വയ്യ. ഞാൻ വെറുതെ നേരം പോക്ക് പറഞ്ഞല്ലോടോ. എന്താ നമ്പൂരി പിന്നിൽ തന്നെ നിന്ന് കളഞ്ഞത്? നമ്മളെന്നും പിന്നിലല്ലേ നിന്നിട്ടുള്ളൂ. ഗുപ്തനെ കലാമണ്ഡലത്തിൽ ചേർക്കണമെന്നാ വിചാരിച്ചിരിക്കുന്നത്. ഏട്ടനോട് ചോദിച്ചിട്ടാകാമെന്ന് കരുതി. അമ്മാമ്മയുടെ പാരമ്പര്യം ഞാനായിട്ടെങ്കിലും നിലനിർത്തണ്ടേ? ബാക്കിയുള്ള അനന്തരവന്മാരെല്ലാം കലാബോധമില്ലാത്ത അരസ്യന്മാരാണല്ലോ. അതുകൊണ്ട് സന്തോഷായി. എന്റെ കാലശേഷം ഈ കലയും സാഹിത്യവും ഒക്കെ നിന്നു പോവോ എന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പൊ ഇങ്ങനൊരു അവതാരം ഉണ്ടായല്ലോ, നന്നായി. അത് അമ്മാമ്മ ശരിക്കും പറഞ്ഞാണോ അതോ എന്നെ ഒന്ന് താങ്ങിയതാണോ? ശരിക്കും പറഞ്ഞു തന്നെയാ. എന്താ എന്നെ ഉടനെ കാണണമെന്ന് പറഞ്ഞത്? ഒരു വിശേഷമുണ്ട്. അലമാരിയിലെ ഒരു കേസിന്റെ ഫയൽ തിരഞ്ഞപ്പോ ഞാനൊരു വട്ടം കണ്ടു. എന്താ, വല്ല രത്നങ്ങളാണോ? എന്ന് വേണമെങ്കിൽ പറയാം. സ്വത്തുവകകളുടെ ചില ഉടമ്പടി പത്രങ്ങള്. അപ്പോ പറഞ്ഞു കേട്ടതൊക്കെ ശരി തന്നെയാ. നമുക്ക് എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? വിശദമായിട്ട് നോക്കാൻ പറ്റിയില്ല. ആ കണക്കെഴുത്ത് മേനോൻ കൂടെ ഉണ്ടായിരുന്നു. എങ്കിലും കിട്ടിയ സമയം കൊണ്ട് ഞാനൊന്ന് ഓടിച്ചു നോക്കി. കൊട്ടാരവും കൃഷിസ്ഥലങ്ങളും എല്ലാം ജാനകി തമ്പുരാട്ടിക്കും സുഭദ്ര തമ്പുരാട്ടിക്കും മാധു തമ്പുരാട്ടിക്കും കൂടെ എഴുതി വെച്ചിരിക്കുക. അച്ഛാ, നീലഗിരിയിലെ എസ്റ്റേറ്റ് നമ്മുടെ ഭാഗത്ത് പെടുത്തിയെടുക്കണം. അതിനുവേണ്ടി മറ്റു കൃഷി സ്ഥലങ്ങൾ വിട്ടുകൊടുത്താ പോരെ? അല്ല, എസ്റ്റേറ്റിന് വേറെ പ്രമാണം എഴുതിയിട്ടുണ്ട്. അത് ഭാഗീരഥി തമ്പുരാട്ടിക്കും രാധയും കൂടെ എഴുതിയിരിക്കുന്നത്. നിലമ്പൂർ ഒഴിഞ്ഞെടുക്കുന്ന കോവിലകവും ഇവർക്ക് രണ്ടുപേരും കൂടെ എഴുതിയിരിക്കുന്നത്. തമ്പുരാട്ടിയുടെ മരണശേഷം ഇതെല്ലാം രാധയ്ക്ക് വന്നു തരും. ആ ശൂദ്രച്ചിക്കോ? അടിച്ചുകളിക്കാരൻ ആയിരച്ചിക്ക് പിഴച്ചുണ്ടായ പെണ്ണിന് രാജസ്വത്തിൽ എന്താ അവകാശം? എനിക്കറിയില്ല. എന്ത് തന്തയില്ലാത്ത പണിയാ ഈ അമ്മാമ കാണിച്ചത്? അതെല്ലാം തിരുമനസിനോട് നേരിട്ട് പോയി ചോദിച്ചാൽ ഞാൻ ചോദിക്കും. അത് വേറെ കാര്യം. ഞാൻ മാത്രമല്ല, അവകാശമുള്ള അനന്തരവന്മാര് വേറെ ഉണ്ടല്ലോ ഇവിടെ. അവരെയും കൂട്ടാം. വെള്ളേച്ചാ, നമ്മൾ അമ്മ വഴിക്ക് ബന്ധുക്കളാണല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇത്തരം സഹായങ്ങൾ ചെയ്യുന്നത്. എന്റെ കഞ്ഞി മണ്ണിടരുത്. താൻ പേടിക്കണ്ട, തന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. എസ്റ്റേറ്റ് കൈവിട്ടു പോയതിലാ എനിക്ക് സങ്കടം. അതങ്ങനെ കൈവിട്ടു പോവുകയൊന്നുമില്ല. അതിനുള്ള ചില പ്ലാനൊക്കെ ഞാൻ മനസ്സിൽ കണക്കാക്കിയിട്ടുണ്ട്. ഒന്ന് നോക്കിയാ
എസ്റ്റേറ്റ് രാധയുടെ പേരിൽ എഴുതിയത് നന്നായി. മുഴുവൻ 3 ഭാഗിക്കേണ്ടി വരില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലായില്ല. തനിക്കൊന്നും മനസ്സിലാവില്ല. എടോ, രാധ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായി കഴിഞ്ഞാൽ പിന്നെ എസ്റ്റേറ്റ് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരില്ലേ? എന്റെ ഭഗവതി, നിങ്ങളുടെ ഒരു ബുദ്ധി. ബുദ്ധി എന്റേതല്ല, ദേ ഇരിക്കുന്നു ബുദ്ധിമാൻ. തന്നെ ഒന്ന് സൗകര്യത്തിന് കാണാൻ കിട്ടുന്നില്ലല്ലോ. താൻ എവിടെയാ കയറി പതുങ്ങിയിരിക്കണത്? മനുഷ്യരുടെ മുമ്പിൽ വരാൻ പാടില്ല എന്ന് വല്ല നിശ്ചയമുണ്ടോ? ഇല്ല. ആ നിക്ക, ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. ഇവിടെ തന്നെ ഇങ്ങനെ കൂടിയാൽ മനസ്സ് മരവിക്കില്ലേ കുട്ടി? എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. ഈ ലോകത്തുള്ള എല്ലാ സുഖങ്ങളും ഈ ജീവിതത്തിൽ തന്നെ അനുഭവിച്ച് തീർക്കണം, വേണ്ടേ? എനിക്കിവിടെ സുഖം തന്നെയാണല്ലോ. ഇവിടെ എന്ത് സുഖം? അമ്മാമയ്ക്കും അമ്മായിക്കും 3 നേരം വെച്ച് വിളമ്പി കൊടുക്കുന്നത്. കുട്ടിയെ ഒരു ദിവസം ഞാൻ കൊണ്ടുപോവാം ബോംബെക്ക്. അച്ഛൻ എന്നെ അന്വേഷിച്ചു. നിക്കുക, നീലഗിരിയിലെ എസ്റ്റേറ്റ് രാധക്ക് ഒറ്റയ്ക്ക് നോക്കി നടത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എസ്റ്റേറ്റോ? അതെ. ഞാനെന്തിനാ അതൊക്കെ നോക്കണേ? ആ, രാധയുടെ പേരുള്ള എസ്റ്റേറ്റ് പിന്നെ മറ്റാരെങ്കിലും നോക്കി നടത്തുവോ? നീലഗിരിയിൽ ഒരു ബംഗ്ലാവ് പണിയിപ്പിച്ച് അവിടെ കൂടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല സുഖമായിട്ടുള്ള കാലാവസ്ഥ അവിടെ. ഈശ്വര, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഓ, അത് ശരി. പുറകെ വന്നതാവും കുട്ടിയുടെ. അതെ, ഞാൻ ചെറിയമ്മോട് പറഞ്ഞു കൊടുക്കും താനിങ്ങനെ ചില വൃത്തികെട്ട കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടുന്നു. ഒരു വിരോധം ഇല്ല. ഇത്തരം വൃത്തികെട്ട കാര്യങ്ങളിൽ രവിയേട്ടൻ താല്പര്യം കാണിക്കാണ്ടിരുന്നാ മതി. മൂത്തവരെ ഗുണദോഷിക്കാരൊക്കെ ആയോ താൻ? പോയിക്കോളൂ.